ഹായ് വാജിദാണേ. അങ്ങനെ നമ്മൾ പിന്നെ ഉമ്മാനെ യാത്രയാക്കാൻ വേണ്ടി പോക്കാണേ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ലഗേജ് അത്ര വലിയ ഭാരമുള്ള സാധനമൊന്നും എടുത്തില്ല. അത് പോകുമ്പോഴൊക്കെ അത്രയല്ലേ ഉള്ളൂ. കുറച്ച് ജോഡി ഡ്രസ്സും അതേപോലെ തന്നെ കുറച്ച് സ്നാക്സ്, അത്രയേ ഉള്ളൂ. ഉമ്മ എന്നാലും പറയാനുള്ളത് അൽഹംദുലില്ലാഹ് ഉംറ ചെയ്തിട്ട് ഉംറ ചെയ്ത് സന്തോഷ നിലയിലേക്ക് നാട്ടിലേക്ക് എത്താൻ അതിലേക്ക് എന്റെ വിചാരിച്ച കാര്യം ആക്കി തരാൻ വേണ്ടിട്ട് അവരെല്ലാം ഉദ്ദേശിച്ച് നിറവേറ്റി തരണമല്ലോ. നമ്മളെ ഫ്ലൈറ്റ് പറയുന്നത് കോഴിക്കോട് നിന്നാണ്. വൈകുന്നേരം 7:40 ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഒരു 4 മണിൻ്റെ മുമ്പിൽ അവിടെ എയർപോർട്ടിൽ എത്തണം. നമ്മളെന്തായാലും കുറച്ച് നേരത്തെ പോകുന്നത്. ഇപ്പോൾ 9:30 മണിയാണ് അത്ര. മടൂർ മക്കാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്ത ശേഷം നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബസ് 10 മണിക്കാണ് പയങ്ങാടിയിൽ നിന്ന് വിടാമെന്ന് പറഞ്ഞത്. നമ്മൾ ബസ്സിലല്ല പോകുന്നത്, നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി മടൂർ എത്തിയിട്ടാകുമ്പോൾ പോകണം. ഉസ്താനെ വിളിച്ചിട്ട് എയർപോർട്ട് എത്തുന്ന മുമ്പ് ഒരു പള്ളിയുണ്ട്, ആ പള്ളീൻ്റെ അവിടെ നിൽക്കാൻ നമ്മളോട് പറഞ്ഞത്. എനിക്ക് കുറച്ച് ഈ ഒരു ചെറിയ കുന്ന് കയറണം കാര്യം. വാ ഒരുപാട് പഠിക്കണ്ട കേട്ടാ. നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. എത്രയോ കാലത്ത് ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. ഇതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. എല്ലാ കാര്യം മതി കേട്ടാ. ഞാൻ പിന്നെ വണ്ടി ഇറക്കാണ്ട് നിന്നതാണ്. കാരണം ഈ റോഡ് ഭയങ്കരമായിട്ട് മോശമായിന്. പിന്നെ നല്ലൊരു യാത്രക്ക് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും അപകടം പറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് കീക്കാണ്ട് മുകളിൽ തന്നെ വെച്ചത്. കടിയെടുത്തില്ല. ഓക്കെ, നമ്മൾ കുറച്ച് വീട്ടിൽ നിന്നാക്കിയ സ്നാക്സ് ഉണ്ട്, അതെല്ലോ പിന്നെ പോകുമ്പോൾ തിന്നാന്ന് വിചാരിച്ചിട്ടെടുത്തിന്. പിന്നെ കുറച്ച് അങ്ങ് സൗദിയിലേക്ക് മക്കത്ത് നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിള്ളേർ ഒരാളായിട്ട് മേലോട്ട് കയറി പോകുന്നുണ്ട്. ഞാൻ എന്നാൽ പിന്നെ വേഗം ഇതാക്കിയിട്ട് ഈ ലഗേജ് അവിടെ വെക്കട്ടെ. വേണ്ടിട്ട് നമ്മ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഹാപ്പിയല്ലേ? എത്തി നമ്മുടെ മെയിൻ റോഡ് എത്തി. വാസി അങ്ങനെ ഓടല്ല പിള്ളേരെ ഓടിപ്പോകുന്നത്. അത് ക്രഷറിലുള്ള ക്രഷറിന് വരുന്ന ലോറിയിലുള്ളതാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടായിപ്പോയി നിങ്ങളോ അതുകൊണ്ട് ഓടല്ലാന്ന് പറഞ്ഞോ. അയ്യോ, മെല്ലെ കയറി ഒരു തിരക്ക് വാക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുന്നെന്ന് പറയുന്ന ഒരു 100 മീറ്ററോളം ഉണ്ട് നീളം. അപ്പോൾ സ്കൂട്ടി ഇല്ലെങ്കിൽ മേലേക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. അയ്യോ.